ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഗസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അവാർഡായുള്ള ഇ സ്പോർട്സ് ആൻഡ് ഗെയിമിംഗ് അവാർഡ്സിൽ മോർട്ടൽ ദ ബെസ്റ്റ് ഇ സ്പോർട്സ് കണ്ടന്റ് ക്രിയേറ്റർ ഓഫ് ദി ഇയർ അവാർഡ് വിൻ ചെയ്തിരിക്കുകയാണ്. SA2 ഇന്റർനാഷണൽ ലെവലിൽ വരെ ഇപ്പോൾ അവാർഡുകൾ വിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് PMGCയുടെ സർവൈവൽ സ്റ്റേജ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 24 ടീമുകളിൽ നിന്നും ലാസ്റ്റ് വന്ന 8 ടീമുകൾ PMGCയിൽ നിന്നും എലിമിനേറ്റ് ആയി പോയിരിക്കുകയാണ്. അതിൽ വമ്പൻ പേരുകളായുള്ള വാമ്പയർ ഇ സ്പോർട്സിന്റെ പേരൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ടോപ്പ് 16 ടീമുകൾ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്കും കൂടി ക്വാളിഫൈ ആയിട്ടുണ്ട്. ആ ഒരു റൗണ്ടിൽ നിന്നാണ് ഇനി ടോപ്പ് 6 ടീമുകൾ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഇനി ആരൊക്കെ ക്വാളിഫൈ ആവുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ സ്കൈ സ്പോർട്സ് കണ്ടക്ട് ചെയ്ത സ്കൈ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന്റെ റൗണ്ട് 4 ഡേ 3 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 4 ഗ്രൂപ്പുകളുടെ മത്സരങ്ങളാണ് നടക്കുന്നത്. നമുക്ക് അതിൽ ഗ്രൂപ്പ് എയുടെ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ ടീം 8 ബിറ്റ് വേറെ ലെവൽ കംബാക്ക് നടത്തിക്കൊണ്ട് ആ ഒരു ആഷ് 1 പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ മാത്രം 3 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 87 പോയിന്റ് അവർ സ്വന്തമാക്കി ഇങ്ങനെ 8ാം സ്ഥാനത്തു നിന്നും 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് 156 പോയിന്റുമായിട്ട്. സെക്കൻഡ് ടീം ജെല്ലി നിൽക്കുന്നുണ്ട് 152 പോയിന്റുമായിട്ട്. തേർഡ് ഗോഡൽ നിൽക്കുന്നുണ്ട് 148 പോയിന്റുമായിട്ട്. ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലൈൻഡും മിത്തും RNB ഒക്കെ അതിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ മിത്ത് ഒഫീഷ്യൽസ് നമ്മൾ മല്ലുവർഗിന്റെ ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയിട്ട് 20 പോയിന്റ് അവരെ സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇ സ്പോർട്സിന് ഇവിടെ സ്റ്റേജ് 3 LFP ആയിട്ടുള്ള ആ ഒരു ഫൈറ്റിൽ ടീം തീർന്നു പോവുകയാണ് ചെയ്തത്. 2 ഫിനിഷ് പോയിന്റൊക്കെ 2 പോയിന്റ് സ്വന്തമാക്കി. ആൻഡ് മാച്ച് 2 WSB 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇ സ്പോർട്സിനോടെ ലാസ്റ്റ് വരെ സർവൈവ് ചെയ്തെങ്കിലും ലാസ്റ്റിലേക്ക് കൂടുതലായിട്ട് പോയിന്റുകൾ എടുക്കാനായിട്ട് സാധിച്ചില്ല. 4+1 ഒരു ഫിനിഷ് പോയിന്റ് 5 പോയിന്റ് ടീം സ്വന്തമാക്കി. മാച്ച് 3 സാൻഹോക്കിൽ ബ്ലൈൻഡ് റിപ്പേഴ്സ് 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. മിത്ത് ഇവിടെ 10 പോയിന്റ് സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇ സ്പോർട്സിനോടെ 5 ഫിനിഷ് പോയിന്റ് 5 പോയിന്റാണ് സ്വന്തമാക്കി. തുടക്കത്തിൽ ആ ഒരു ഫിനിഷ് സ്വന്തമാക്കി, പക്ഷെ പിന്നീട് ടീം തീർന്നു പോവുകയാണ് ചെയ്തത്. മാച്ച് 4 വീക്കെൻഡിൽ ടീം സോളിന്റെ ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 13 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് സോൾ സ്വന്തമാക്കിയത്. ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഇവിടെ 4 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 5 വെനം ഗെയിമിംഗ് 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇ സ്പോർട്സ് ഇവിടെയും 5 പോയിന്റ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ LFPയുടെ വക 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. ഇവിടെയും ബ്ലൈൻഡ് ഇ സ്പോർട്സ് 4 ഫിനിഷ് പോയിന്റ് 4 പോയിന്റാണ് സ്വന്തമാക്കി. അങ്ങനെ ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ടീം സോള് തന്നെയാണ് ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്നത് 177 പോയിന്റായിട്ട്. തൊട്ട് പിന്നാലെ തന്നെ WSB നിൽക്കുന്നുണ്ട് 177 പോയിന്റായിട്ട്. തേർഡ് NDFC നിൽക്കുന്നുണ്ട് 157 പോയിന്റായിട്ട്. 6ാം സ്ഥാനത്ത് നമ്മളെ മിത്ത് ഒഫീഷ്യൽസ് നിൽക്കുന്നുണ്ട് 119 പോയിന്റായിട്ട്. ബ്ലൈൻഡ് 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്നലെ 25 പോയിന്റാണ് സ്വന്തമാക്കിയത്. അങ്ങനെ 86 പോയിന്റുമായിട്ട് 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ടോപ്പ് 8 ടീമുകളാണ് അടുത്ത റൗണ്ടിലേക്ക് ഗ്രൂപ്പ് സ്റ്റേജുകളിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഇന്നും കൂടിയാണ് ലാസ്റ്റ് ഡേ എന്ന് വരുന്നത്. ഒരു ടീമിന് 6 മാച്ചുകൾ വീതം ഉണ്ടാകും. ബ്ലൈൻഡ് ക്വാളിഫൈ ആവണമെങ്കിൽ ഏകദേശം 60-ന് മുകളിൽ പോയിന്റ്സ് ബ്ലൈൻഡ് എടുക്കേണ്ടതായിട്ടുണ്ട്. 6 മാച്ചിൽ 60 പോയിന്റ് ഒക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ആ ലെവലിലുള്ള പെർഫോമൻസ് ബ്ലൈൻഡ് കാഴ്ച വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ബ്ലൈൻഡ് പുറത്താവുന്നതായിരിക്കും. RNBയുടെ അവസ്ഥയും അത് തന്നെയാണ്. 13ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 48 പോയിന്റുമായിട്ട്. ഇനി ഗ്രൂപ്പ് സിയുടെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോറം ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ട് 140 പോയിന്റായിട്ട്. സെക്കൻഡ് കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 123 പോയിന്റായിട്ട്. 9ാം സ്ഥാനത്താണ് RNTX നിൽക്കുന്നത് 98 പോയിന്റായിട്ട്. അവർക്കും ക്വാളിഫൈ ആവണമെങ്കിൽ ഇന്നത്തെ ദിവസം ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഗ്രൂപ്പ് ഡിയിലേക്ക് പോവുകയാണെങ്കിൽ ഗോഡ്സൈൻ ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് 177 പോയിന്റായിട്ട്. സെക്കൻഡ് VST നിൽക്കുന്നുണ്ട് 140 പോയിന്റായിട്ട്. അപ്പൊ ഇന്നാണ് ഈ റൗണ്ട് 4 ലാസ്റ്റ് ഡേ വരുന്നത്. ഒരു ഗ്രൂപ്പിൽ നിന്നും 8 ടീമുകളാണ് ഗ്രൂപ്പ് സ്റ്റേജുകളിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ബാക്കിയുള്ള ടീമുകളൊക്കെ എലിമിനേറ്റ് ആയപ്പോൾ ഇന്ന് നമുക്ക് ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് സിയുടെയും മത്സരങ്ങളായിരിക്കും ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ബ്ലൈൻഡിന്റെ മത്സരങ്ങൾ ഇന്ന് ലൈവ് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കത് കണ്ടു തന്നെ അറിയാം. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ബുൾ എമിയുടെ ക്വാർട്ടർ ഫൈനൽസും ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി കോമ്പറ്റീഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഗോൾസൈനാണ് ഇപ്പോഴും ആ ഒരു പോയിന്റ് ടേബിൾ ടോപ്പ് തന്നെ നിൽക്കുന്നത് 115 പോയിന്റായിട്ട്. സെക്കൻഡ് WSB നിൽക്കുന്നുണ്ട് 87 പോയിന്റായിട്ട്. തേർഡ് കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നുണ്ട് 85 പോയിന്റായിട്ട്. 6ാം സ്ഥാനത്ത് ഗോൾഡൻ നിൽക്കുന്നുണ്ട് 62 പോയിന്റായിട്ട്. ബ്ലൈൻഡിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ബ്ലൈൻഡ് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. 5+1 5 ഫിനിഷ് പോയിന്റ് 10 പോയിന്റ് ടീം സ്വന്തമാക്കി. നമ്മളെ കാലിന് ഇന്നത്തെ ഒരു മാച്ചുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് മാച്ച് 2 1+1 4 ഫിനിഷ് പോയിന്റ് 5 പോയിന്റാണ് ടീം സ്വന്തമാക്കിയത്. FSC സ്പോർട്സ് ആ ഒരു ഫൈറ്റിൽ ടീം തീർന്നു പോവുകയാണ് ചെയ്ത്. ആൻഡ് മാച്ച് 3 2 ഫിനിഷ് പോയിന്റ് 2 പോയിന്റ്. അങ്ങനെ 3 മാച്ചുകളിൽ 17 പോയിന്റ് ടീം സ്വന്തമാക്കിക്കൊണ്ട്
9ാം സ്ഥാനത്താണ് ബ്ലൈൻഡ് ഫിനിഷ് ചെയ്ത് 59 പോയിന്റോടെ. അങ്ങനെ ബ്ലൈൻഡ് സ്പോർട്സ് ഇതിന്റെ സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. ടീം സോള് 24ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് 38 പോയിന്റ്. ജസ്റ്റ് ഒറ്റ പോയിന്റിനാണ് സോള് ക്വാളിഫൈ ആയിട്ടുള്ളത്. അങ്ങനെ ടോപ്പ് 24 ടീമുകളാണ് ഇതിലൊന്നും സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. ബാക്കിയുള്ള ടീമുകൾ പുറത്തായിരിക്കാണ്. പുറത്തായ ടീമുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടീം ജെല്ലി, FSC സ്പോർട്സ്, നമ്മുടെ സോമരാജിന്റെ VXT, 8-bit തുടങ്ങിയ ടീമുകൾക്കൊന്നും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. ആ ടീമുകളൊക്കെ പുറത്തായിരിക്കുകയാണ്. ഇനി ഇതിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ബ്ലൈൻഡ് സ്പോർട്സ് ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു ഇവന്റിൽ നമുക്ക് പ്രൈസ് പൂളോ കാര്യങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. ആൻഡ് ഫൈനൽസിന്റെ ലാസ്റ്റ് ഡേ ലാനുവന്റ് ആയിട്ട് ചെന്നൈയിൽ നടക്കും. അത്രേ ഇതിൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ വിന്നേഴ്സിന് ആ ഒരു F1 റേസിംഗ് കാണാനുള്ള ഒരു അവസരം കിട്ടും. അത്ര മാത്രമേ ഈ ഒരു ഇവന്റിൽ വരുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ അപ്പോൾ കമന്റ് രേഖപ്പെടുത്താൻ പറ്റും. ബൈ ഗൈസ്.